ശ്രീ വി എം റിഷാദ്, ഇന്നലത്തെ UDF യോഗത്തിൽ ലീഗിൽ നിന്ന് പങ്കെടുത്ത നേതാക്കൾ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ശ്രീ PMA സലാം, ശ്രീ KPA മജീദ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ അങ്ങേക്ക് തിരുത്തുകയും ചെയ്യാം. UDF യോഗത്തിന് ശേഷമാണ് PM ശ്രീയുമായി മുന്നോട്ട് പോകും എന്ന UDFന്റെ കൺവീനർ വാർത്താ സമ്മേളനം വിളിച്ചു പറയുന്നത്. UDFൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് വന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്നു. UDFൽ എന്താണ് ചർച്ച ചെയ്യുന്നതെന്നും UDFന്റെ തീരുമാനം എന്താണ് എന്നും ലീഗ് അറിയാത്തതാണോ, അറിഞ്ഞില്ല എന്ന് പിന്നീട് അണികളെ ബോധ്യപ്പെടുത്താൻ പറയുന്നതാണോ? അല്ല, ഈ വിഷയത്തിൽ MSFന്റെ നിലപാട് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ഒരു കാരണവശാലും PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്നും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർത്തിവെക്കണമെന്നും നിയമപരമായി നിലവിൽ കഴിഞ്ഞ ഗവൺമെൻറ് ഇത് ഒപ്പുവെച്ച സാഹചര്യത്തിൽ ഈ പദ്ധതി നിർത്തിവെക്കാനുള്ള നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കണമെന്നുമാണ് MSFന്റെ നിലപാട്. അതിൽ ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ കൃത്യമായി പറഞ്ഞത് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് MSF ഏറ്റെടുത്തിട്ടുള്ളത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഈ പദ്ധതി അതിൻ്റെ കാര്യങ്ങൾ ചർച്ച പഠിക്കാൻ വേണ്ടി, പരിശോധിക്കാൻ വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ UDF നിശ്ചയിച്ചിട്ടുണ്ട്. ആ മന്ത്രിസഭാ ഉപസമിതിയുടെ പ്രഥമ പരിഗണന എങ്ങനെയെല്ലാം ഈ പദ്ധതി നിർത്തലാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത് എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു. അതായത് നിലവിൽ LDF ഉണ്ടാക്കിയ ഒരു കെണി, ആ കെണിയിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല അകപ്പെട്ടിരിക്കുകയാണ്. ആ കെണിയിൽ നിന്ന് എങ്ങനെയെല്ലാം രക്ഷപ്പെടാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ UDF ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ കൃത്യമായി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ MSFനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് ഈ പദ്ധതി നടപ്പിൽ വരുത്തരുത് എന്നതാണ്. അതിന് അതിന് വളരെയേറെ പ്രതീക്ഷയോടെയാണ് അതിന് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നിലപാടിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. ശ്രീ വി എം റിഷാദ്, ലീഗിന്റെ മന്ത്രി PM ശ്രീയിൽ ഒപ്പുവെക്കും എന്ന് പറഞ്ഞത് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനാണ്. ഞാൻ ചോദിച്ചത് UDFലുള്ള ചർച്ചകൾ ലീഗ് അറിയാത്തതാണോ അതോ അറിഞ്ഞുകൊണ്ട് ആ ചർച്ചകളുടെ ഭാഗമായി UDFന്റെ യോഗത്തിന് ശേഷമാണ് UDF കൺവീനർ ആ കാര്യം ഇതുമായി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞത്. അതിനുശേഷം PK കുഞ്ഞാലിക്കുട്ടിയുടെ അടക്കം പ്രതികരണം വന്നപ്പോഴാണ് ചർച്ചയായില്ല എന്ന് അദ്ദേഹം തിരുത്തി പറയുകയും ചെയ്യുന്നത്. പറയുന്നതും തിരുത്തി പറയുന്നതും കേട്ടാൽ മനസ്സിലാകുന്നവരാണ് കേരളത്തിലുള്ളത്. ശരി, ലീഗിന് എതിരഭിപ്രായം ഉണ്ടാകും, പക്ഷെ അത് UDFന്റെ തീരുമാനമായി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതാണോ? അല്ല, ഇന്ന് UDFന്റെ കൺവീനറും അതേപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ വളരെ കൃത്യമായി പറഞ്ഞത് അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നതാണ്. അങ്ങനെ ഒരു കാര്യം UDF യോഗത്തിൽ ചർച്ചയായിട്ടില്ല. പിന്നെ മാധ്യമങ്ങൾ ഇന്നലെ UDF കൺവീനർ, കാരണം ഇന്നലെ UDF യോഗത്തിന് ശേഷമാണ് UDF മുന്നോട്ട് എന്നുള്ളത്. മുസ്ലിം ലീഗിന്റെ നിലപാട് എന്ന് പറയുന്നത് UDFന്റെ നിലപാടുമായി ചേർന്ന് പോകുന്നതായിരിക്കുമല്ലോ. ഞങ്ങൾ ഇതിൽ ആര് പറയുന്നത് വേണം വിശ്വസിക്കാൻ? തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ നിലപാട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് UDFന്റെ അഭിപ്രായമെന്ന് ഇന്ന് UDF കൺവീനറുടെ നിലപാടിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് തന്നെയായിരിക്കും UDFും നിലപാടാണ്. അത് UDF യോഗത്തിൽ തിരുത്തിയതല്ല, യോഗശേഷം തിരുത്തിയതാണ്. അപ്പോൾ UDF യോഗത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല എങ്കിൽ എങ്ങനെയാണ് UDFന്റെ പൊതു തീരുമാനം എന്ന നിലയ്ക്ക് UDF കൺവീനർ അത് മാധ്യമങ്ങളോട് പറയുന്നത്? അല്ല, അത് UDFന്റെ തീരുമാനമായിട്ട് പറഞ്ഞതല്ലല്ലോ. അദ്ദേഹം നിലവിലുള്ള സാഹചര്യം എന്താണ്, ഈ PM ശ്രീ പദ്ധതിയുമായിട്ടുള്ള നിലവിലുള്ള സാഹചര്യം മുന്നോട്ട് പോകും എന്നതാണല്ലോ ശ്രീ വി എം റിഷാദ്. അത് അറിയാവുന്ന കാര്യമാണ്. അത് രാഷ്ട്രീയമായി തെറ്റാണെന്ന് CPM ഏറ്റു പറഞ്ഞതാണ്. അതിനവർക്ക് വലിയ ശിക്ഷ എന്ന നിലയ്ക്ക് തോൽവിയും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞു. ഇത് നിങ്ങളുടെ കാലമാണല്ലോ, അങ്ങനെയല്ലേ പറയുക? നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഇതുമായി മുന്നോട്ട് പോകും എന്നതാണോ UDFന്റെ തീരുമാനം? ഞാൻ ചോദിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് UDF ഗവൺമെന്റ് എന്തെങ്കിലും രൂപത്തിലുള്ള നീക്കം നടത്തിയിട്ടുണ്ടോ? ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നീക്കം UDF ഗവൺമെന്റ് നടപ്പിൽ വരുത്തിയിട്ടുണ്ടോ? ഒരു നടപടിയും അതുമായി ബന്ധപ്പെട്ട്
നീക്കിയിട്ടില്ല. ആകെ ചെയ്തത് എന്താണ്? ഇത് പഠിക്കാൻ വേണ്ടി ഇതെങ്ങനെ ഈ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിശദമായി പഠിക്കാൻ വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മന്ത്രിസഭാ ഉപസമിതി എന്തിനാണ് നിശ്ചയിച്ചത്? ആ മന്ത്രിസഭാ ഉപസമിതി ഉള്ളത് ഈ പദ്ധതിയിൽ നിന്ന് എങ്ങനെയെല്ലാം പിന്മാറാൻ കഴിയും കേൾപ്പിച്ചരാമോ? അങ്ങനെ ഒരു വാക്ക് ഇതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം തേടാൻ വേണ്ടിയിട്ടാണ് ഉപസമിതി രൂപീകരണം സ്ഥാനത്തിൽ എടുക്കും എന്ന് പറഞ്ഞത്. മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. സ്കൂളുകളുടെ കാര്യത്തിൽ ഉപസമിതി റിപ്പോർട്ട് അടക്കം തീരുമാനമെടുക്കും എന്ന് പറഞ്ഞു. അല്ലാതെ PK നവാസ് പറഞ്ഞ MSFന്റെ പൊതു തീരുമാനമായ പിന്നോട്ട് പോകാനുള്ള സാധ്യത പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഉപസമിതി എന്ന് മിണ്ടിയിട്ടില്ല ശ്രീ VM റിഷാദ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ N ശ്രീകുമാർ, എന്തോ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പത്രസമ്മേളനം ഒക്കെ നമ്മൾ കണ്ടു. ലീഗിന് ഇതിൽ എതിർപ്പുണ്ട് എന്ന കാര്യം തമ്മിൽ തർക്കമില്ല. എനിക്ക് PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിലോ ലീഗിന്റെ നിലപാടിലോ തർക്കമില്ല. ഈ കാര്യത്തിൽ പക്ഷേ UDF തീരുമാനമെടുക്കുന്നതിൽ ലീഗ് പങ്കാളിയായിരുന്നോ? UDF-ൽ ചർച്ച ചെയ്യാതെയാണോ, ലീഗിനെ അറിയിക്കാതെയോ, ലീഗിനെ ഇരുട്ടിൽ നിർത്തിയാണോ UDF-ന്റെ ആ തീരുമാനം പുറത്തു വന്നത് എന്ന ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ അത് ലീഗിന്റെ അഭിപ്രായമേ ആവുകയുള്ളൂ. UDF-ന്റെ തീരുമാനമാണെങ്കിൽ UDF യോഗത്തിന് ശേഷം UDF കൺവീനർ പറയണം. ശരി, Debate with Madhu Saji.